ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇനി നമുക്ക് പുതിയൊരു പാഠം പഠിച്ചാലോ? 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ ഉള്ളി ഉയർക്കും മഴവില്ല് എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ പാഠഭാഗമായ അമ്മ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു. സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നു. അനുഭവത്തിന്റെ തീവ്രതയും മനുഷ്യാവസ്ഥയുടെ അഗാധതയും ആവിഷ്കരിച്ച എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. സ്നേഹത്തെ തേടിയ അലയൽ മാധവിക്കുട്ടിയുടെ കൃതിയുടെ ഒരു മുഖ്യ സ്വഭാവമാണ്. സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണയ്ക്കും കൊതിക്കുകയും ലഭിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിനെ അമ്മ എന്ന ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു അപകടത്തിനു ശേഷം ആ അമ്മയ്ക്ക് മുന്നിലെത്തുന്ന ഒരു കൂട്ടം അപരിചിതരായ ആളുകൾ ആ അമ്മയെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പാൽക്കാരൻ, പോലീസ്, ടാക്സി ഡ്രൈവർ, ഡോക്ടർ എന്നിങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ ആ അമ്മയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ ഓരോരുത്തരും അമ്മയെ അമ്മേ എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ, അവരെ സമീപിക്കുമ്പോൾ ആ അമ്മയുടെ ഉള്ളിൽ നിന്നും അവരുടെ ഒറ്റപ്പെടലിലെ തേങ്ങൽ ഉയരുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത്യധികം ഏകാന്തവും സ്നേഹശൂന്യവുമായ ഒരു ജീവിതമാണ് ആ അമ്മയുടേത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അമ്മ 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെർസിഡീസ് കാറ് തള്ളിയിട്ടു. അവർക്ക് തന്റെ വലത്തെ കാല് ചതഞ്ഞുവെന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കാൻ കൂടി നാവുയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. കാറ് ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടക്കയുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞുകിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചുണ്ടായിരുന്നില്ല. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. തന്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി അമ്മേ? അയാൾ ചോദിച്ചു. കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു. അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് വീണ്ടു കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട്. 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ചു പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു തന്റെ കൈകൾ കൊണ്ട്. എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി. മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാൽക്കാരൻ അവരുടെ നേർക്ക് തല തുണിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവരുടെ വലത്തെ കാലിൽ നിന്നും അപ്പോഴും ചോരയൊഴുകിക്കൊണ്ടിരുന്നു. ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര. രക്തത്തിനു നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ. ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത്? അയാൾ പാൽക്കാരനോട് ചോദിച്ചു. ഇതെന്തു ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയിട്ടത്. അത് നിൽക്കാതെ ഓടിക്കഴിഞ്ഞു. ഞാൻ എന്തിന് ഈ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു? എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലക്ക് നൊസ്സുണ്ടോ? ശരി ശരി, എന്നാൽ താനാണ് ഈ കേസിന്റെ ദൃക്സാക്ഷി, പോലീസുകാരൻ പറഞ്ഞു. പറയൂ, എന്താണ് പേര്? എൻ്റെ പേര് ബോലേറാം എന്നാണ്. അച്ഛൻ്റെ പേരോ? അച്ഛൻ്റെ പേര് മോത്തിറാം. തൻ്റെ സ്വദേശം എവിടെയാണ്? ഇമാംഗഞ്ച്. ഇമാംഗഞ്ചോ? അതെവിടെ കിടക്കുന്നു? ഇതെന്തു ഭ്രാന്താണ്? പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു. ഗയയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച്. ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ലെന്നോ? അയ്യോ, എനിക്ക് തീരെ വയ്യ, വൃദ്ധ ആവലാതിപ്പെട്ടു. ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്ത് എത്തിക്കട്ടെ, പാൽക്കാരൻ പറഞ്ഞു. എന്നിട്ടാവാം തൻ്റെ ചോദ്യവും ഉത്തരവും. ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് തനിക്ക് കാണാനില്ലേ? ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാൻ എങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങൾക്കും ഒരമ്മയില്ലേ? ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശം? മാറി നിൽക്കിൻ, ഞാനൊരു ടാക്സി വിളിക്കട്ടെ. അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ, വൃദ്ധ ആവലാതിപ്പെട്ടു. പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി. അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു വെച്ചു. ഡോക്ടറുടെ അടുത്തേക്ക്. അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് നിർത്തട്ടെ. 4 മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട്. ഇത് നിങ്ങളുടെ അമ്മയാണോ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. എൻ്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല.
ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ്. ഒരു കറുത്ത ബിലാത്തി കാറ് ഇവരെ തട്ടിയിട്ട് കാല് ആകെ ചതച്ചിരിക്കുന്നു. എനിക്ക് പലയിടത്തും പാലെത്തിക്കണം. നിങ്ങൾക്ക് ഞാൻ പണം തരാം. ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ? പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടു ചെന്നത്. എന്തുപറ്റി? ഡോക്ടർ ചോദിച്ചു. ഇവരെ ഒരു ബിലാത്തി കാറ് വീഴ്ത്തിയിട്ടു, ഡ്രൈവർ പറഞ്ഞു. കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു. ഇവിടെ കിടക്കൂ അമ്മേ. ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി. വീണ്ടും അമ്മേ എന്ന വിളി. വൃദ്ധ കണ്ണുകൾ മിഴിച്ച് ചുറ്റും നോക്കി. ഡോക്ടർ ആ മുറിഞ്ഞ കാല് പരിശോധിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ, വൃദ്ധ ആലോചിച്ചു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിന്മേൽ വെച്ചു ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ടു തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ? എന്താണ് പിറുപിറുക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. വേദനിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ സമാധാനമാക്കിത്തരാം. അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി. എവിടെയാണ് താമസിക്കുന്നത്? അയാൾ ചോദിച്ചു. എവിടെയാണ് അമ്മേ നിങ്ങളുടെ വീട്? ടാക്സി ഡ്രൈവർ ചോദിച്ചു. പഹാഡ്ഗഞ്ച്. അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ? ഡോക്ടർ ചോദിച്ചു. വൃദ്ധ തലകുലുക്കി. ഞാൻ അവരെ വിളിപ്പിക്കണോ? അയാൾ ചോദിച്ചു. വേണ്ട, ഞാൻ പൊയ്ക്കോളാം, എനിക്കൊക്കെ മാറി, വൃദ്ധ പറഞ്ഞു. അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ കൊണ്ടുപോയാക്കി തരണോ? വേണ്ട, ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അയാൾ അവരെ വീണ്ടും താങ്ങിപ്പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി. വെണ്ടയ്ക്കൊക്കെ പോയി, വൃദ്ധ പിറുപിറുത്തു. പഹാഡ്ഗഞ്ചിൽ അവർ കാണിച്ച വീടിൻ്റെ മുന്നിൽ കാറ് നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു. അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മോനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. എൻ്റെ വേദന മാറി, ഞാൻ തന്നെ പൊയ്ക്കോളാം. അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരലിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു താക്കോല് കൊണ്ട് വാതിൽ തുറന്ന് അകത്തു കടന്നു. ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി. വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു. അല്ല, വെള്ളമെടുത്തു വെക്കാൻ താൻ മറന്നുവെന്നോ? പച്ചക്കറിയുമില്ല, വെള്ളവുമില്ല. ഇന്ന് തനിക്ക് പട്ടിണി തന്നെ. അവർ വെറും നിലത്ത് ഒരു പായകുടി വിരിക്കാൻ മിനക്കെടാതെ കിടന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്നു പിടിപിടിച്ചു മേൽപോട്ടുയരുന്ന പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. കണ്ണുകളിൽ നിന്നു കണ്ണീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അവർ തന്നെത്താൻ പറഞ്ഞു. എത്ര തുണികൾ അലക്കി കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കിയൂട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛനമ്മമാരായി. ഇപ്പോൾ തന്നെക്കൊണ്ട് ആർക്കും ഒരാവശ്യവുമില്ലാതായി. കറുത്ത കാറിന് അതറിയാമായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? 10 വയസ്സായ മകൻ കണ്ണുനീരൊഴിക്കുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരാനന്ദം. മാധവിക്കുട്ടി ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിരുന്നു മാധവിക്കുട്ടി. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത, ചെറുകഥ, ജീവചരിത്രം എന്നിങ്ങനെ നിരവധി സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1934 മാർച്ച് 31 തൃശൂർ ജില്ലയിൽ നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. അമ്മ കവയത്രിയായ ബാലാമണി അമ്മ. അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ മുൻ മാനേജിംഗ് എഡിറ്ററായിരുന്ന VM നായർ. പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണ മേനോൻ വലിയമ്മാവനായിരുന്നു. സുലോചന നാലപ്പാട്ട് സഹോദരിയാണ്. മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. 1999 ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം സുരയ്യ എന്ന നാമം സ്വീകരിച്ചു. ഈ മതം മാറ്റം പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖയായിരുന്നു അവർ. പക്ഷേ കേരളത്തിൽ മാധവിക്കുട്ടി എന്ന തൂലികാ നാമത്തിൽ എഴുതിയ ചെറുകഥകളിലൂടെയാണ്, ജീവിതചരിത്രത്തിലൂടെയാണ് അവർ പ്രസിദ്ധിയാർജിച്ചത്. 1984 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാനും മനുഷ്യത്വ പ്രവർത്തനങ്ങളുമായി ലോക് സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന ആരംഭിച്ചു. നാലപ്പാട്ടെ തൻ്റെ തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനം കൊടുത്തു. സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങളുടെയും അഭിഭാഷങ്ങളുടെയും കുറിച്ച് സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും എഴുതാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരികളൊന്ന് എന്ന പദവി മാധവിക്കുട്ടിക്കാണ്. കമലാ സുരയ്യയുടെ ആത്മകഥയായ എൻ്റെ കഥ, ഇംഗ്ലീഷ് അടക്കം, മൈ സ്റ്റോറി,
15 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 3 നോവലുകൾ കടൽ, മയൂരം, ഭയം, എൻ്റെ നിശാവസ്ത്രം, എൻ്റെ സ്നേഹിത അരുണ, ചുവന്ന പാവാട, പക്ഷിയുടെ മണം, തണുപ്പ്, മാനസി, മാധവിക്കുട്ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ, എൻ്റെ കഥ, കോലാട്, ബാല്യകാല സ്മരണകൾ, വർഷങ്ങൾക്ക് മുമ്പ്, ഡയറി കുറിപ്പുകൾ, നീർമാതളം പൂത്തകാലം, നഷ്ടപ്പെട്ട നീലാംബരി, ചന്ദനമരങ്ങൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ്. വയലാർ അവാർഡ്, നീർമാതളം പൂത്തകാലം, എഴുത്തച്ഛൻ പുരസ്കാരം, സാഹിത്യ അക്കാദമി പുരസ്കാരം തണുപ്പ്, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, ആശാൻ വേൾഡ് പ്രൈസ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. മെയ് 31, 2009 മരണപ്പെട്ടു. പാഠപ്രവർത്തനങ്ങളിലേക്ക് പോകാം. 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ചു പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ 10 വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിയിൽ വെച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ടു തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമോ? കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്? ചർച്ച ചെയ്യുക. മക്കളുടെ സ്നേഹവും കരുതലും ലഭിക്കാത്ത വൃദ്ധരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും കഷ്ടപ്പാടുകളും, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന താളപ്പിഴകളും തകർച്ചകളും, വൃദ്ധരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളും, സ്നേഹരഹിതമായ സമീപനം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയുമെല്ലാമാണ് കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്ന വർത്തമാനകാല സാമൂഹിക പ്രശ്നങ്ങൾ. ഒരൽപ്പം സ്നേഹത്തിനും കരുതലിനും വേണ്ടി കൊതിക്കുന്ന ഒരു അമ്മയെ നമുക്ക് കഥയിൽ കാണാൻ സാധിക്കും. അപരിചിതനായ ഓരോരുത്തരും അമ്മേ എന്ന സംബോധനയിലൂടെ അവരെ സമീപിക്കുമ്പോൾ ഉള്ളറകളിൽ നിന്നും അവരുടെ ഒറ്റപ്പെടലിൻ്റെ തേങ്ങലുയരുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. എൻ്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ്. പാൽക്കാരൻ ബോലാറാമിന്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക. പ്രായമായ മാതാപിതാക്കളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് മക്കളാണെന്നും നിരാലംബരായവരോട് നാം കാണിക്കുന്ന സ്നേഹം അവരെ എല്ലാ വേദനകളും മറക്കാൻ സഹായിക്കുമെന്നും ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മാനവികതയുടെ ഉയർന്ന തലത്തിലേക്ക് സമൂഹം എത്തിപ്പെടുന്നതെന്നും അപകടത്തിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കേണ്ടത് ഏതൊരു പൗരന്റെയും കടമയാണെന്നുമുള്ള ഒരു ഉത്തമ സന്ദേശമാണ് പാൽക്കാരൻ ബോലാറാമിന്റെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അദ്ദേഹത്തിന്റെ മനോഭാവം. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിവിടുവിച്ചു മേൽപോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞുകിടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത്? കഥയിൽ നിന്ന് ഇതുപോലുള്ള മറ്റ് പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക. കഥയുടെ ശക്തിയും സൗന്ദര്യവും വ്യക്തമാക്കാൻ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വളരെയധികം സഹായിക്കും. ഓരോ പ്രയോഗവും കഥാസമ്മർദ്ദത്തിലെ സ്വഭാവ സവിശേഷതകളും കഥയുടെ ഭാവതലത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ആ തെരുവിൽ പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞുകിടക്കുന്നു. മറ്റൊരു ഉദാഹരണം, അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു. ചുവപ്പുള്ളതും ചൂടുള്ളതുമായ രക്തത്തിന് നരയില്ലല്ലോ. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരു ആനന്ദം. അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മോനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. വേദന മാറി. ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം. അമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സ്വഭാവത്തിൽ തെളിയുന്നത്? കണ്ടെത്തൂ. താഴെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ. പിന്നെ മറ്റെന്തെല്ലാം സവിശേഷതകളാണുള്ളത്? മക്കളോട് എപ്പോഴും സ്നേഹം മാത്രം. പിന്നെയോ തന്റെ കടമകൾ നിറവേറ്റിയതിന്റെ ആത്മസംതൃപ്തി. കഥയിലെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അമ്മ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് അമ്മ. അപകടത്തിൽപ്പെട്ട തന്നെ സഹായിക്കാൻ എത്തിയവർ അമ്മേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിയിൽ അവർ ഏറെ സന്തോഷിക്കുന്നു. ഏറെ പ്രയാസപ്പെടുമ്പോഴും മക്കളെ കുറ്റപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല. തന്നെ സഹായിച്ചവരോടും തന്നെ ഉപേക്ഷിച്ച് അവരുടേതായ ലോകത്തിലേക്ക് ചേക്കേറിയ മക്കളോടും സ്നേഹം മാത്രമേ ആ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. അമ്മയെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയ ഡ്രൈവർ മക്കളുടെ അടുത്താക്കിയതിനു ശേഷമേ പോകൂ എന്ന് പറയുമ്പോൾ അവർ പേടിക്കും എന്നാണ് അമ്മ പറയുന്നത്. ഏറെ ദയനീയമായ അവസ്ഥയിലാണ് അമ്മയെങ്കിലും തന്റെ കടമ വളരെ നന്നായി നിറവേറ്റിയതിന്റെ ഒരു ആത്മവിശ്വാസം അമ്മയുടെ വാക്കുകളിൽ പ്രകടമാണ്. മക്കളുണ്ടായിട്ടും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഈ കഥയിലെ അമ്മ. ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി. ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. പോയി എന്ന പദം 2
വാക്യ സന്ദർഭങ്ങളിലും ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്? എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ആദ്യ വാക്യത്തിൽ അവിടെ നിന്ന് പോയി എന്നത് പോയി എന്ന ക്രിയയെ അല്ലെങ്കിൽ കേവല ക്രിയയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ പോയി എന്നത് അയാൾ അവിടെ നിന്ന് പോയി എന്ന ക്രിയയെ പരിഷ്കരിക്കാൻ വേണ്ടി ചേർത്തതാണ്. ഇങ്ങനെ സവിശേഷമായ അർത്ഥം നൽകുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന പദങ്ങളെ അനുപ്രയോഗം എന്നാണ് പറയുന്നത്. അനുപ്രയോഗം ഒരു പൂർണ്ണക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിനു പിന്നാലെ പ്രയോഗിക്കുന്ന പ്രധാന ക്രിയകളെ അനുപ്രയോഗം എന്ന് പറയുന്നു. ഉദാഹരണമായി കുട്ടി മുകളിൽ നിന്ന് വീണു. വീണു എന്നുള്ളത് ക്രിയ. കുട്ടി മുകളിൽ നിന്നു വീണുപോയി. പോയി എന്നുള്ളത് അനുപ്രയോഗം. കഥാപാത്ര നിരൂപണം. ബോലാറാം. അമ്മ എന്ന കഥയിലെ ഒരു സാധാരണ പാൽക്കാരനാണ് ബോലാറാം. കാറിടിച്ച് താഴെ വീണു കിടക്കുന്ന വൃദ്ധയെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തുന്നതും തുടർന്ന് ടാക്സി ഡ്രൈവറെ ഏർപ്പാടാക്കി ആശുപത്രിയിൽ എത്തിക്കുന്നതും അദ്ദേഹമാണ്. അപകടത്തിൽപ്പെട്ട ആ വൃദ്ധയെ അമ്മയെന്നാണ് ബോലാറാം സംബോധന ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്കും ഏറെ കൗതുകമാകുന്നുണ്ട്. തന്റെ അമ്മയാണെങ്കിൽ അവരെ ഞാൻ വയ്യാത്ത കാലത്ത് പുറത്തുവിടില്ല എന്നുള്ള ബോലാറാമിന്റെ വാക്കുകൾ മാതാപിതാക്കളെ സുരക്ഷിതമായി സംരക്ഷിക്കേണ്ടതിന്റെ ബാധ്യത മക്കൾക്കാണ് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാക്കുന്നു. അപകടം റിപ്പോർട്ട് ചെയ്യാൻ വെപ്രാളപ്പെടുന്ന പോലീസുകാരനോട് ബോലാറാം ദേഷ്യപ്പെടുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം ഔദ്യോഗികമായ തന്റെ കൃത്യം പൂർത്തിയാക്കാനാണ് പോലീസുകാരൻ ശ്രമിക്കുന്നത്. അതേസമയം ഒരു സാധാരണ മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ പ്രതീകമായി മാറുന്നു. ബോലാറാമിന്റെ പ്രവർത്തനം സമൂഹത്തിന് എന്നും മാതൃകാപരമാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.